സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ വാഴത്തോട്ടമാണ് കേട്ടോ. പിന്നെ അതൊരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ എലി കയറി വാഴയ്ക്കകത്ത്. നമുക്കാണെങ്കിൽ എലിക്ക് വിഷം വെക്കാനൊന്നും പറ്റിയല്ല. നമ്മുടെ പറമ്പിലൊക്കെ കോഴിയൊക്കെ ഉള്ളതുകൊണ്ടേ കോഴിയെ വിഷമെടുത്ത് തിന്നിട്ട് കോഴിയെല്ലാം ചത്തു പോകും. അതുകൊണ്ട് ഇതുണ്ട്. ഇതേപോലെ മണ്ണ് കൂട്ടി വെച്ചേക്കുകയോ എലി മാളത്തിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് അണ്ണൻ പറയുന്നത്. അപ്പോൾ ഇത് തന്നെ സംബന്ധിച്ച് ഇതിൻ്റെ വേരെല്ലാം അരിഞ്ഞ് കൂട്ടി മണ്ണിങ്ങനെ പുറത്തേക്ക് തള്ളി തള്ളി വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഉറപ്പായിട്ടും. അണ്ണൻ പറഞ്ഞ് നമുക്കൊരു എളുപ്പമാർഗ്ഗമുണ്ട്, നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്നാന്ന് അന്വേഷിച്ചപ്പോഴാണ് അണ്ണൻ ഒരു വലിയൊരു കലമൊക്കെ എടുത്തുകൊണ്ട് വന്ന് പരിപാടി തുടങ്ങി. കേട്ടോ, ഇതാ നമ്മുടെ പറമ്പിൽ കൂടെ ഇങ്ങനെ കോഴികൾ നടക്കുന്നത്. അണ്ണൻ എന്നാ ചെയ്തെന്ന് ഇതിലൊക്കെ ഉണ്ടാവും, കലമെടുത്തിട്ട് അതിനുള്ളിൽ മുഴുവൻ ചപ്പ് കുത്തി കയറ്റി ഫുള്ളായിട്ടങ്ങ് ചപ്പ് നല്ല ടൈറ്റായിട്ട് കുത്തി നിറച്ചിട്ട് ഒക്കെയുണ്ട് കൂടെ രണ്ടുപേരും കൂടെ ഫുള്ളായിട്ട് വൈക്കോല് പോലത്തെ ചപ്പുകൾ. അതിപ്പം പച്ചച്ചപ്പായാലും മതി എന്നൊക്കെയാണ് പറഞ്ഞത്. ആദ്യം കുറച്ച് ഉണക്ക വെക്കുക, പിന്നെ പുറകെ പച്ചച്ചപ്പ് കുത്തി നിറച്ച് അടച്ചു വെക്കുക എന്നാണ് പറഞ്ഞത്. ഈ കലത്തിൻ്റെ പുറകിലേ കണ്ടോ ഇതേപോലെ ചെറിയൊരു ഓട്ട ഇടുക. ഈ ഓട്ട എന്തിനാന്ന് വെച്ചാൽ ഇവരിപ്പം കാണിക്കും. ഇപ്പം ചപ്പെല്ലാം കൂടെ കൂട്ടിയിട്ട് തീയൊക്കെ കത്തിച്ച് സെറ്റപ്പാക്കി നമുക്ക് കാണാം. ഇതൊരു എളുപ്പമാർഗ്ഗം കേട്ടോ. എല്ലാവർക്കും ഇത് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. എലിയൊക്കെ ഉള്ള വീടുകളിൽ കോഴിയും പക്ഷികളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പടത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എടുത്ത് കഴിക്കുന്ന ഒരു രീതിയുണ്ട്. അതെല്ലാം ഒഴിവാക്കാൻ ഉള്ളൊരു എളുപ്പമാർഗ്ഗമായിട്ട് കൂട്ടിയാൽ മതി ഇത്. കണ്ടോ, അണ്ണൻ അവിടെ തീ കത്തിക്കുക വേറെ സെപ്പറേറ്റ്. തീയൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ ആശാനെ പതിയെ പൊമ്മി വരുന്നുണ്ട്. ഉണ്ടോ, ഇതിൻ്റെ അകത്ത് നിന്ന് ഈ കത്തിയിരിക്കുന്ന കമ്പുകളുണ്ടല്ലോ, തീക്കനലെടുത്ത് ഈ ഓട്ടയിൽ കൂടെ കുത്തിക്കയറ്റും അതിൻ്റെ അകത്തേക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഈ തീ കത്തിക്കുന്നത്. ഇതുണ്ടോ, ഇതേപോലെ ഓരോ തീക്കനലെടുക്കുന്നു, അതിൻ്റെ അകത്തേക്ക് ഉള്ളിലേക്ക് വെച്ച് തീ പിടിപ്പിക്കുക പുറത്ത്. ഈ ഉള്ളിങ്ങനെ വെക്കുമ്പോൾ ഈ വൈക്കോലിന് ഉള്ളിലിരിക്കുന്ന ചപ്പിനൊക്കെ പെട്ടെന്ന് തീ പിടിക്കും. ആ തീക്കനലെല്ലാം തോണ്ടി അതിൻ്റെ ഉള്ളിലേക്കിട്ട് ഊതി 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 ഉള്ളി തീ പിടിപ്പിക്കുക. എലീനെയൊക്കെ നമുക്ക് പെട്ടെന്ന് പിടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ലാസ്റ്റ് എലിയെ പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ഇതേപോലെ പുകയ്ക്കുക, പെണ്ണുമ്പിള്ളമാർ കൂടെ ഉണ്ടെങ്കിൽ പെമ്പറത്തിമാരുടെ കയ്യിലേക്ക് കൊടുക്കുക ഊതിക്കോളാൻ പറഞ്ഞുകൊണ്ട്. അത്രേ ഇതിനൊക്കെ ഒരു പരിപാടി നടക്കുള്ളൂ. കണ്ടോ, ഇതേപോലെ സൈഡ് ഈ മാളത്തിൻ്റെ സൈഡ് തുറക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാളത്തിനകത്ത് ഈ മണ്ണ് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഭാഗം തുറന്ന് ആ ഓട്ട കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. സിമ്പിൾ പരിപാടിയാണ്. അതിൻ്റെ അകത്തേക്ക് ഇതങ്ങ് വെക്കുക, ചുറ്റും അടച്ചു വെക്കണം. എന്നിട്ട് മണ്ണിട്ട് ഓട്ടയിൽ കൂടെ പുക മൊത്തം ഈ പൊത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറുമ്പം ഈ എലി അതിൻ്റെ ഉള്ളിൽ ഇരുന്നങ്ങ് ചത്തു പോകുള്ളൂ. ഒരു കുഴപ്പമില്ല. വാഴയുടെ ചോട്ടിലാണെങ്കിൽ വാഴയ്ക്ക് നല്ല സൂപ്പർ എല്ലുപൊടിയായിട്ട് നല്ല വളമായിട്ട് കിട്ടും. അവരെ അങ്ങ് ഊതി 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 അങ്ങ് ഊതുക. തീ കെടുന്നതിനനുസരിച്ച് അക്ക കൊണ്ട് കൊടുക്കുന്നുണ്ട്. കമ്പും കോലൊക്കെ ആയിട്ട് കത്തിച്ചുകൊണ്ട് നല്ല ഊത്തത്. ആ ഊത്ത് സൂപ്പറായിട്ട് പുകയണം അതിനുള്ളിലേക്ക്. ഈ ഊതി വരുന്ന പുകയാണ് ഈ പൊത്തിൻ്റെ അകത്ത് കൂടെ മുഴുവൻ കയറിപ്പോണം. എവിടെയെല്ലാം ഇതിന് തുരങ്കങ്ങളുണ്ടോ അവിടെയൊക്കെ എത്തണം. ആ ഒരു കൂടിൻ്റെ സൈഡിൽ കൂടെ തുറന്ന് കയറിയേക്കുന്നിടത്തൊക്കെ ഈ പുക കയറിപ്പോകും. ാനുള്ള ഊത്താ. ഇതിൽ കൂടെ ഒക്കെ പുക വരുന്നുണ്ട്. ഇത്രയും ഭാഗം അവൻ തുറന്ന് കയറി. ഇന്ന് അവൻ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അവൻ തുറന്ന് ഇതുണ്ടോ. അത് കഴിഞ്ഞിട്ട് ആ പോത്ത് അടച്ചു വെക്കണം. ഇതെങ്ങനെ പുറത്തെടുക്കുക, എന്നിട്ട് മണ്ണിട്ട് മൂടുക.
ആ ഓട്ട അങ്ങ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ മിച്ചമുള്ള ആ എലികളൊക്കെ അതിനോട് ഇരുന്ന് ചത്തു പോയിക്കോളും എന്നാണ് നാം പറയുന്നത്. അടുത്ത ഇത് കണ്ടു മാളം, അതും തുറക്കുക. എലി തുറന്നേക്കാനും സ്പീഡിലാണ് അണ്ണൻ തുറന്ന് കയറുന്നത് എലി പൂത്തിൻ്റെ അകത്തേക്ക്. തീ കെട്ടുപോയോ? ആ ഇല്ല, വന്നു. പുകയൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ തന്നെ ഊതണം കേട്ടോ എല്ലാവരും എലിയെ പിടിക്കണമെങ്കിൽ. വീണ്ടും ചപ്പ് നിറച്ച് വീണ്ടും അതിൻ്റെ വക്കയിലേക്ക് കയറ്റി വെച്ചു അടുത്ത പൊത്തിൻ്റെ അകത്തേക്ക്. എന്നിട്ട് മണ്ണിട്ട് നല്ല ടൈറ്റ് ആക്കുക. സൈഡിൽ കൂടെ പുറത്തേക്ക് എയർ പോകരുത്. ഫുള്ള് പുക അതിൻ്റെ ഉള്ളിൽ കയറി പോകണം. ആ ലെവലിലാണ് അടച്ചു വെക്കുന്നത്. ലൂസ് മണ്ണിട്ട് ഫുള്ളായിട്ട് അടയ്ക്കുക. അവന്മാർ തന്നെ എലികൾ തന്നെ മാന്തി തരും നമുക്ക് അവന്മാർ കൂടടയ്ക്കാനുള്ള മണ്ണ്. അവന്മാർ ഊതുന്ന കുഴിയിലിട്ട് അവന്മാരെ തന്നെ പോയിക്കുക. ഉണ്ടോ നല്ല ഊത്തല്ലേ ഊതുന്നേ. ഇങ്ങനെ ഈ പൊത്തിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ ഇരുന്ന് ശ്വാസം വിട്ട് ചത്തുപോകും. ചിലപ്പോൾ ഇത് ഊതുമ്പോൾ വേറെ സൈഡിൽ പൊത്തിന് വേറെ തുരങ്കം തുറന്നു വെച്ചിട്ടുണ്ടാവും. ഈ തുറന്നു ഇരിക്കുന്നതിൻ്റെ അകത്ത് എലി കാണിയായിരുന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഈ പൊത്ത് അടഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. പൊത്ത് അടഞ്ഞിരിക്കും, അടച്ചു വെച്ചിട്ട് മണ്ണ് തള്ളി വരുന്നതാണെങ്കിൽ അതിൽ എലി ഉണ്ടാവും. എലി ഇറങ്ങി പോകുമ്പോൾ പൊത്ത് തുറന്നു വരും. അങ്ങനെയൊക്കെയാണ് അങ്ങനത്തെ പരിപാടികൾ. അതെല്ലാം നല്ല ഊതി നല്ല സെറ്റപ്പാക്കി പ്രദേശം മുഴുവൻ പോയിഞ്ഞു. ഓട്ടയ്ക്കകത്തുനിന്ന് പുക വരുന്നു. പുകച്ച് കഴിഞ്ഞിട്ട് പുക ഇങ്ങോട്ട് തള്ളുമ്പോഴത്തേന് അങ്ങോട്ട് മണ്ണ് വേവിച്ച് അടച്ചങ്ങ് വെച്ചു. അപ്പോൾ ആരും മറക്കണ്ട, നമ്മുടെ ചാനലിൻ്റെ പേര് അട്ടപ്പാടി ഫാർമർ.